അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ജീവിക്കുന്നത് വലിയ പരീക്ഷണങ്ങളുടെ കാലത്താണ്. എവിടെ നോക്കിയാലും സ്ക്രീനുകൾ, TV, ഫോൺ, ടാബ്ലറ്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം എല്ലാം നമ്മെ ഹറാമിലേക്ക് വലിച്ചിഴക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ മാന്യത കുറഞ്ഞിരിക്കുന്നു. ഹറാമിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഒരുപാട് ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ ഓർക്കുക, അള്ളാഹു ഒരു ഹൃദയത്തെ നേർവഴിയിൽ നിർത്തിയാൽ ഒരു പ്രലോഭനവും അതിനെ തോൽപ്പിക്കില്ല. അവൻ ഒരാളെ സംരക്ഷിച്ചാൽ ഒരു ശക്തിയും അവനെ വഴിതെറ്റിക്കില്ല. എങ്ങനെ നമുക്ക് ഈ സംരക്ഷണം നേടാം? ഹൃദയം ശുദ്ധമാക്കി തെറ്റായ ചിന്തകളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം? ഇതാ 8 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ദുആയിലൂടെ അള്ളാഹുവിനോട് സഹായം തേടുക. എല്ലാം തുടങ്ങുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ നിന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ദുആ ചെയ്തിരുന്നു: യാ മുഖല്ലിബുൽ ഖുലൂബ്, എന്റെ ഹൃദയം നിന്റെ മാർഗത്തിൽ ഉറപ്പിക്കണമേ. ചരിത്രത്തിലെ ഏറ്റവും നീതിമാനായ മനുഷ്യനെ ഇങ്ങനെ ദുആ ചെയ്യേണ്ടി വന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? എപ്പോൾ ദുആ ചെയ്യണം? സുജൂദിൽ രാത്രിയുടെ അവസാന 3/1 എപ്പോഴും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക: യാ അല്ലാഹ്, എന്റെ ഹൃദയം സംരക്ഷിക്കണമേ എന്ന്. രണ്ടാമത്തേത്, നോട്ടം താഴ്ത്തുക. കണ്ണുകൾ ഹൃദയത്തിലേക്കുള്ള വാതിലാണ്. ഓരോ നോട്ടവും, ഓരോ ചിത്രവും, ഓരോ വീഡിയോയും നിന്റെ മനസ്സിൽ വിത്തുകൾ പാകും. ഹറാം കാണുന്നത് ഹൃദയത്തെ മലിനമാക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്, വിശ്വാസികളോട് പറയുക, അവർ അവരുടെ നോട്ടം താഴ്ത്തണം, അവരുടെ ശുദ്ധി കാത്തു സൂക്ഷിക്കണം. നോട്ടം താഴ്ത്തുന്നത് എന്താണ്? ഇതൊരു കമാൻഡ് മാത്രമല്ല, നിന്റെ ആത്മാവിനുള്ള കവചമാണ്. ഒരു ഹറാം ചിത്രം കണ്ടാൽ ഉടനെ നോട്ടം മാറ്റുക. ആ ഒറ്റ നോട്ടം പോലും ഹൃദയത്തിൽ കറപുരട്ടും. മൂന്നാമത്തേത്, ഹറാമിലേക്കുള്ള വഴികൾ തടയുക. ഹറാമിന്റെ വേര് മുറിക്കുക. പ്രലോഭനമുണ്ടാകുന്ന എന്തിനേയും നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുക. സോഷ്യൽ മീഡിയ നിന്നെ തെറ്റിലേക്ക് നയിക്കുന്ന അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുക. ആപ്പുകൾ, ഹറാം അടക്കമുള്ള ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക. മറ്റുള്ളവ, സിനിമ, മ്യൂസിക്, വീഡിയോ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ പോലും, അവയിൽ മാന്യതയില്ലാത്ത ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ഒഴിവാക്കുക. ഒരു വാർത്താവതാരകന്റെ വസ്ത്രം പോലും പ്രലോഭനമാകാം. ഷെയ്ത്താനെ ഒരു ചെറിയ വാതിൽ പോലും കൊടുക്കരുത്. തീ പടരുന്നതിന് മുമ്പ് അത് അണയ്ക്കേണ്ടതാണ്. നാലാമത്തേത്, നോമ്പെടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ഓ യുവാക്കളെ, നിന്റെ കൂട്ടത്തിൽ വിവാഹം കഴിക്കാൻ കഴിയുന്നവൻ വിവാഹം കഴിക്കട്ടെ, കഴിയാത്തവൻ നോമ്പെടുക്കട്ടെ. കാരണം അതൊരു കവചമാണ്. നോമ്പ് എന്തു ചെയ്യും? നോമ്പ് നിന്റെ നഫ്സിന്റെ പിടി അഴിക്കും. അത് നിന്റെ ഉദ്ദേശങ്ങളെ ശുദ്ധമാക്കും.